നന്നായിട്ടുണ്ട്. അമ്മയ്ക്ക് പറ്റിയ മോളും മോൾക്ക് പറ്റിയ അമ്മയും സൂപ്പർ ആയിട്ടുണ്ട്. എന്താ നമ്മൾ രണ്ടുപേരും കളിയാക്കുവാണോ? അയ്യോ അല്ലല്ല, നിങ്ങളുടെ ബോണ്ടിങ്ങിനെ ഞാൻ പ്രശംസിച്ചതാ. അസൂയ തോന്നുന്നുണ്ടല്ലേ? ഇല്ലടോ, എനിക്ക് വളരെ സന്തോഷം തോന്നുക. അല്ല, അനുമോള് എന്ത് ചെയ്താ മമ്മിയെ ഇംപ്രസ് ചെയ്ത്? കീറിപ്പോയ അവളുടെ യൂണിഫോം അവള് തന്നെ തയ്ച്ചോണ്ടിരിക്കുക. അതെയോ? വെരി ഗുഡ് മോളെ. ഇതുപോലെ മോളുടെ കാര്യമൊക്കെ മോള് നോക്കണം. ഉണ്ണിക്ക് കൂട്ടായി ഏട്ടനിപ്പൊ തുടങ്ങിയിരിക്കല്ലേ. അവൻ പറഞ്ഞിട്ടാ ഇവളിപ്പോ ഇതൊക്കെ ചെയ്യുന്നത്. അതിലെന്താ തെറ്റുള്ളത്? നല്ല കാര്യല്ലേ ചെയ്യുന്നേ. അവന് കുഞ്ഞു കുട്ടിയല്ലേ, സൂചി ഇങ്ങനെ കുത്തി മുറിഞ്ഞാലോ? ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല അമ്മേ. ഞാൻ അമ്മയെക്കാളും വളരെ നന്നായിട്ട് തയ്ക്കോ അറിയോ? ഈ ഡയലോഗ് അടിയൊന്നും വേണ്ട. സൂചി കൊണ്ട് മുറിഞ്ഞ് രക്തം വരുമ്പോ മനസ്സിലാവും. രക്തം കണ്ട അമ്മയ്ക്കാ പേടി, എനിക്ക് പേടിയൊന്നുമില്ല. കേട്ടോ, അവള് പറഞ്ഞത് കേട്ടോ? അവൾക്ക് പേടിയില്ലെന്നാണ് പറഞ്ഞത്. ധൈര്യമായിട്ടിരിക്കുന്നത് തെറ്റാണോ? അച്ഛനും മോളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ തനിക്ക് അസൂയ തോന്നുന്നുണ്ടോ? അനു, മമ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ നോക്ക് 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 നോക്ക്, ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇരിക്കുന്നത്. അയ്യോ അനു, അനു, അയ്യോ. മതിയമ്മേ വീട്. എന്റെ കയ്യിൽ ലോലിപ്പോപ്പൊന്നും അല്ല. രക്തം മുഴുവൻ കുടിക്കാനാണോ പ്ലാൻ? നിന്നെ ഞാൻ അതുകൊണ്ടാ സൂചി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. മോളെ, നിനക്ക് വേദനിച്ചോ? അമ്മ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തല്ലേ ഉള്ളൂ, വേദന എല്ലാം കുറഞ്ഞു. ശരി, ഡ്രസ്സ് മമ്മി റെഡി ആയിക്കോളും. നീ പോയി കിടക്കാൻ നോക്ക്. നാളെ രാവിലെ സ്കൂളിൽ പോകണ്ടല്ലേ? ഓക്കെ അച്ഛാ. ഗുഡ് നൈറ്റ് അമ്മേ. വസുന്ധര, താനും വേഗം ചെന്ന് കിടക്കാൻ നോക്ക്. രാവിലെ മുതൽ ജോലി ചെയ്ത് തളർന്നിരിക്കല്ലേ. ഞാനിത് കഴിഞ്ഞിട്ട് വരാം. ഏട്ടൻ കിടന്നോ? ആ വസുന്ധര, താൻ രാവിലെ തന്നെ ഒരു 5:30 വിളിച്ചെണീപ്പിക്കണേ. സ്റ്റേഷനിൽ പോയി ദമയന്തിയും മകനെയും കൂട്ടിക്കൊണ്ടു വരണം. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇറങ്ങിക്കോ ദമയന്തി. ഞാനൊരു കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ. കാറി കേറാനും താഴോട്ട് ഇറങ്ങാനും ഇതൊന്നും എനിക്ക് പരിചയമില്ലാത്തതല്ലേ. ക്ഷമിക്കണം ചേട്ടാ, നിങ്ങളല്ലേ കാറിന്റെ ഡോറ് തുറന്നു തന്നെ. അതൊന്നും സാധില്ല ദമയന്തി. മോനെ കിട്ടൂ. വാ, അകത്തേക്ക് പോ.
അമ്മോ ആ അമ്മേ, വസുന്ധര, ഏട്ടാ, ഏടത്തി, എല്ലാരും ഒന്നിങ്ങ് വന്നേ. ദേ ദമയന്തി കിട്ടു വന്നിട്ടുണ്ട്. അമ്മോ, വീട് കാണാൻ എന്തൊരു ഭംഗിയാ. ഇത് സ്വന്തം വീട് തന്നെ? വല്യമ്മേ, വല്യമ്മേ, നിനക്ക് സുഖാണോ? കണ്ടില്ലേ വല്യമ്മ എന്റെ അവസ്ഥ? ദൈവം എന്റെ തലയിൽ എഴുത്തിനെ മാറ്റി മറച്ചിരിക്കുന്നത്. എന്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയി. ഇനി എനിക്ക് ആരാ ഉള്ളത്? വിഷമിക്കാതെ, നിനക്ക് ഞങ്ങളില്ലേ? അതുകൊണ്ടാ അഭിയേട്ടന് ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദമയന്തി, സുഖായിരിക്കില്ലേ മോളെ? ഹായ് ചേട്ടാ. എനിക്ക് ചേട്ടനെ കാണുമ്പോഴേ വല്യച്ഛന്റെ ഓർമ്മയാ വരുന്നത്. ചേച്ചി, സുഖം തന്നെ? ഈ മാലയും നെക്ലസും എത്ര വില വരും ചേച്ചി? ഒരു 2-3 ലക്ഷം വരുമല്ലേ? 10 ലക്ഷമാണ് ദമയന്തി. 10 ലക്ഷോ? കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ, നെക്ലേസിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ചേച്ചി? സുഖാണോ ദമയന്തി? ചേട്ടാ, ഇത് വാസു ചേച്ചിയല്ലേ? അതെ ദമയന്തി, ഞാനാ വസുന്ധര. ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാ നിങ്ങൾക്കാ ചേച്ചി. ആദ്യത്തെ കെട്ടിയോൻ ചത്താലെന്താ, തങ്കം പോലത്തെ അഭിയേട്ടനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എലി പത്തായപ്പുരയെ വന്ന് വീണ പോലെയല്ലേ ഈ വലിയ വീട്ടിൽ വന്ന് വീണത്. എന്തായാലും നിങ്ങളെ പോലെ ഭാഗ്യവതി വേറെ ആരും ഉണ്ടാവില്ല. ദമയന്തി, ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഹായ്, ഈ സോഫയ്ക്ക് എന്ത് വിലയുണ്ട് ഏട്ടാ? ഒരു 10 ലക്ഷം ഉണ്ടാവുമല്ലേ? അമ്മേ, ഈ സോഫ നല്ല സോഫ്റ്റാ. ചെരുപ്പോട് കൂടി സോഫയിൽ അങ്ങനെ കേറി നിക്കാതെ മോനെ, താഴെ ഇറങ്ങ. താഴെ ഇറങ്ങണം. ഇറങ്ങ്. അവര് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങള് കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നനിയാ, നിന്റെ ഗതി ഇങ്ങനെ ആയി പോയല്ലോടാ. നീ കുഞ്ഞായിരിക്കുമ്പോ മരത്തിലും മതിലൊക്കെ വലിഞ്ഞു കയറുമ്പോഴേ വിചാരിച്ചു എന്നെങ്കിലും ഒരു ദിവസം നിന്റെ 2 കാലും ഒടിഞ്ഞ് നീ കിടന്ന കിടപ്പി കിടക്കുമെന്ന്. ഞാനന്ന് വിചാരിച്ച പോലെ തന്നെ നിനക്ക് ചക്രവണ്ടി വന്നിരിക്കേണ്ട ഗതികേടും ഉണ്ടായി. കൊച്ചേ, നീയാണോ ഇവന്റെ കെട്ടിയോള്? എന്ത് ചുണ്ടലിയെ പോലെ ഇരിക്കുന്നേ. നിന്റെ അച്ഛന്റെ വീട്ടില് ഒരുപാട് പൈസ ഉണ്ടല്ലേ? സുമാന്റെ ഇവരെ പറ്റി പറഞ്ഞത് 100% സത്യമാണ്. എടി കൊച്ചേ, എന്തൊന്നും മിണ്ടാതെ നിക്കണത്? ഇനിയെങ്ങാനും ചെവി കേൾക്കാത്ത ഊമയാണോടി നീ? എടി കൊച്ചേ, അങ്ങനെയൊന്നും അല്ലടി. നീ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചോണ്ടിരുന്ന അവൾ എന്ത് പറയാനാ? ഹായ് പാവാ, ഇനി തന്നെ. ഇത് എന്റെ പാവയാ. ഹായ് ചേട്ടാ, ഇതാണോ ചേട്ടന്റെ മോള്? നിന്റെ പേരെന്തോന്ന് മോളെ? അനു. എടി അനു, ഞാൻ നിനക്ക് അമ്മയുടെ സ്ഥാനത്താ.
ദാ നിക്കണതാ നിന്റെ ചേട്ടൻ കിട്ടു. ചേട്ടൻ എന്ത് ചോദിച്ചാലും നീ കൊടുക്കില്ലെന്ന് പറയല്ലേ. എവനാരാ? കുട്ടിയാനെ പോലെ ഉണ്ടല്ലോ. ഞാൻ കുട്ടിയാനെയൊന്നും അല്ല, ഉണ്ണിയാ, അനുവിന്റെ ചേട്ടനാ. ഓ, ചേട്ടനാണല്ലേ. അപ്പോ നീ വാസു ചേച്ചിയുടെ മോനാണല്ലേ? അഭിരാമിന്റെ മകനും കൂടിയാ. സംസാരത്തിന് ഒരു കുറവുമില്ല. ദമയന്തി, നീ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. അതിരിക്കട്ടെ വല്യമ്മേ, എല്ലാവരെയും കണ്ടു. നമ്മുടെ സുമംഗലി കുഞ്ഞമ്മ എവിടെ? ആ ദമയന്തി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോന്തോ, വലത് കണ്ണു വല്ലാതെ തുടിക്കുന്നു. അവളീ വീട്ടിലെ ബന്ധുവല്ല, അപശകുന. കുഞ്ഞമ്മേ, എന്താടി വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയോ? അന്ന് കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. ബോണ്ട പോലെ തന്നെ ഉണ്ട്. നീ അങ്ങ് വല്ലാതെ മാറിയതുപോലാണല്ലോ. എടാ കിട്ടു, നിന്റെ മുത്തശ്ശിയാണടാ. ഹായ് പറ. മൊത്തത്തിൽ പറഞ്ഞ കല്യാണം പോലും കഴിക്കാതെ ഇവിടെ അങ്ങ് അടയിരിക്കുവാണല്ലേ. നിന്റെ വായില് നാക്കുകാരനാ നിന്റെ ഭർത്താവ് ഓടിപ്പോയത്. തമാശ തമാശ പറയാതെ കുഞ്ഞമ്മേ. ഒരു 2-3 ദിവസല്ലേ കാണൂ. 2-3 ദിവസോ? പെർമനന്റ് ആയിട്ട് ഇവിടെ തന്നെ നിക്കാൻ പോവാ. ഇനിയുള്ള കാലം എവിടെയോ? എന്താ നിങ്ങൾ കഴിയുന്നില്ലേ? ഇതേ എന്റെ ഏട്ടന്റെ വീടാ. ഇത് എന്റെയും സ്വന്തം വീട് തന്നെയാ. നീ ഇവിടെ ഉണ്ടായി എനിക്ക് കണ്ണീരാ. വാടാ കിട്ടു, നിന്നെ ഒന്ന് കുളിപ്പിച്ച് എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം. വരട്ടെ കുഞ്ഞമ്മേ, വാടാ കിട്ടു. ഇത്രയും നാളൊരു സമാധാനം ഉണ്ടായിരുന്നു, ഇനി അതുണ്ടാവോ എന്തോ. ഇന്നലെ ആന്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ദമയന്തി അല്ല, പ്രേതോ. വന്ന ഉടനെ തന്നെ എല്ലാരും അങ്ങ് കയ്യിലെടുക്കുക. അവള് പ്രേതായിരുന്നെങ്കിലേ പ്രേതത്തിന് അവാഹിക്കുന്ന മന്ത്രവാദിയെ വിളിച്ചു വരുത്തി വല്ല പൂജയോ ചെയ്ത് ഓടിച്ചു വിടാമായിരുന്നു. ഇത് അതിനേക്കാളൊക്കെ മേലെയാ. അവളുടെ മുന്നിൽ മന്ത്രവും പൂജയും ഒന്നും വില പോകില്ല. ഉറപ്പായിട്ടും ഇവര് നമുക്ക് താങ്ങാൻ പറ്റില്ല. പരിചയപ്പെട്ടപ്പോ തന്നെ ഇറിറ്റേഷൻ തോന്നി. അതിന്റെ കോസ്റ്റ് എന്താ, ഇതിന്റെ റേറ്റ് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അസൂയെ കുശുമ്പൊക്കെ അവളുടെ രക്തത്തിൽ തന്നെയുണ്ട്. കൊതുക് കടിച്ചാ മലേറിയ അല്ലെങ്കിൽ ഡെങ്കു വരും. എന്നാ ഇവളുടെ കണ്ണെങ്ങാനും വെട്ടാ എഴുന്നേക്കാൻ പറ്റാതെ മേലോട്ടെടുക്കും. കറക്റ്റ് ആന്റി, കൊറോണ വൈറസിന് പോലും മരുന്ന് കണ്ടുപിടിച്ചു. ഇവർക്ക് വേണ്ടി സൊല്യൂഷനും ഉണ്ടാവില്ല. ഒരാഴ്ച എങ്ങനെ സഹിക്കൂന്ന് അറിയില്ല, വേറെ വഴിയില്ലല്ലോ. അവൾ ഒരാഴ്ചത്തേക്ക് അല്ലടി നിൽക്കുന്നേ, പെർമനന്റ് ആയിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. പെർമനന്റ് ആയിട്ടോ? അപ്പോ നമുക്ക് ഭാവിയെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ ആശ അങ്ങ് വിട്ടേക്കല്ലേ? എനിക്കും അതാടി പേടിയാവുന്നേ. എന്തെങ്കിലും ചെയ്ത് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം ഉറപ്പാ. നിർത്തിളയമേ. പാവം ദമയന്തി ചേച്ചി കഷ്ടപ്പാടുണ്ടാ വന്നത്. അതിനിടയ്ക്ക് അവരെ ഓടിക്കാൻ നോക്കാൻ പ്ലാനിടാ. അവര് കഷ്ടത്തിൽ വന്നതാണെന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാവരെയും കഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നതാ. ദമയന്തി ചേച്ചി പറ്റി നീ എന്താ അറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ചുമ്മാ വായി തോന്നെ വിളിച്ച് പറയരുത്. വന്ന് കേറിയ ഉടനെ അവള് എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞെന്ന് നീ കേട്ടില്ലേ? ചേച്ചി എപ്പോഴും അങ്ങനെയല്ലേ, പക്ഷെ മനസ്സിലൊന്നും വെക്കാറില്ല. ഭാസ്കർ ആയിരുന്നു പാവെന്നാ വിചാരിച്ചേ. നീ അവനേക്കാൾ ശുദ്ധനായി പോയല്ലോടാ. ചേച്ചിയും കിട്ടുവിനെ അഭിയേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾ ഒരു പ്ലാനും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ചേച്ചിയുടെ ഭർത്താവ് തിരികെ വരുന്നവർ അവരിവിടെ തന്നെ ഉണ്ടാവും. അവരുടെ ഭർത്താവ് എപ്പം വരും എന്തോ എനിക്കറിയില്ല. അവൻ ജോലിക്കാര്യത്തിന് വേണ്ടി ദൂരോട്ടൊന്നും പോയതല്ലടാ, ഓടിപ്പോയതാ. ഇനി തിരിച്ചു വരാനേ പോകുന്നില്ല. ഇങ്ങനൊന്നും സംസാരിക്കരുത്, അവര് കേട്ട വിഷമിക്കും. ഇങ്ങനൊരു തള്ള. അവള് വിഷമിക്കൊന്നുമില്ലടാ, നമ്മളായിരിക്കും വിഷമിക്കുക. കൊറേ കഴിയുമ്പോ നിങ്ങക്ക് തന്നെ അത് മനസ്സിലാകും. കൊള്ളാലോ TV.
ഏയ്. ഏയ്. ഓ. ചേട്ടാ ടി വി ഓഫ് ചെയ്തേ. എന്തിനാ ഓഫ് ചെയ്യുന്നേ? ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ മൂവീസ് കാണാൻ പാടില്ല. നോക്കാനു പേടിച്ചു നിൽക്കുക. ഞാനതിന് കൊച്ചുകുട്ടിയൊന്നും അല്ല. ഇത് നിങ്ങളുടെ ടി വി ഒന്നും അല്ല, ഞങ്ങളുടെ ടിവിയാ. റിമോട്ട് ഇതാ. ഏയ് തരാൻ പറ്റില്ല. പോയി പാവയെ വെച്ച് കളിക്ക്. ചാനൽ മാറ്റി ചേട്ടാ. മാറ്റാൻ പറ്റില്ല. നീ അവളുടെ കൂടെ പോയിരുന്ന് കളിക്ക്. റിമോട്ട് തരുന്നുണ്ടോ ഇല്ലേ? മാറങ്ങോട്ട്. അനു എന്റെ അനിയത്തെ തള്ളിയിടുന്നോ? തള്ളിയിട്ടാ നീ എന്ത് ചെയ്യോടാ? ഇങ്ങ തന്നെ. ആ എടാ അയ്യോ വിടടാ. ഇന്ന് ഇവൻ എന്റെ മോനെ അടിച്ചു കൊല്ലുന്നാ തോന്നുന്നേ. വിടടാ. എല്ലാരും ഒന്ന് ഓടി വരണേ. ആ, എടാ കുട്ടിയെ വിടടാ. നിന്നോടാ പറഞ്ഞു വിടടാ. അഭിയേട്ടാ ചേച്ചി. ഉണ്ണി ഉണ്ണി എന്തു പറ്റി മോളെ? നോക്ക് വല്യമ്മേ, ഈ വസുവിന്റെ മോൻ എന്റെ മോനെ തല്ലി ചതയ്ക്കുന്നു. ഉണ്ണി ഏട്ടൻ എന്തിനാ അടിക്കുന്നത്? കിട്ടിച്ചേട്ടാ റിമോട്ട് പിടിച്ച് വാങ്ങിട്ട് എന്നെ തള്ളിയിട്ടു വച്ചാ. ചേട്ടൻ ഹൊറർ മൂവീസ് ഒക്കെ കാണുന്ന വച്ചാ. വേണ്ടെന്ന് പറഞ്ഞപ്പോ കേൾക്കാതെ എന്നോട് വഴക്കിടുന്നു. അധികം തന്നെ. മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ. എന്റെ മോനെ കള്ളനാക്കാൻ നോക്കുന്നല്ലേ? ചെറിയ കുട്ടികൾ പ്രേതത്തിന്റെ സിനിമയൊന്നും കാണാൻ പാടില്ല. കുഗ്രാമത്തിലുള്ളവരല്ലേ. ഞങ്ങളുടെ വീട്ടിൽ ടി വി പോലും ഇല്ല. എന്ത് കാണണം എന്ത് കാണാൻ പാടില്ലെന്ന് അവൻ എങ്ങനെ അറിയാനാ? ഇവര് ആപത്തായ വ്യക്തിയാണ്. ഇവരെ എന്റെ സൈഡിലേക്ക് ചേർത്താ എനിക്ക് ഗുണമുണ്ടാവും. എന്നാലും വസു ചേച്ചിയെ പോലെയും അവരുടെ മോനെ പോലെയും അത്ര ഭാഗ്യശാലിയൊന്നും അല്ലല്ലോ ഞങ്ങള്. എന്റെ ആദ്യത്തെ കല്യാണം തന്നെ വലിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇവർക്കോ രണ്ടാമത്തെ കല്യാണം പോലും ഭാഗ്യമാണ്. വസുവിനെ കുറിച്ച് നീ എന്തിനാ പറയുന്നത് ദമയന്തി? എടുത്തടിച്ച പോലെ അങ്ങനെ സംസാരിക്കരുത്. നന്നായിട്ടുണ്ട് ചേച്ചി. എന്തായാലും വസു ചേച്ചി നിങ്ങളുടെ ബന്ധുവല്ലേ. ഞാനല്ലേ അന്യായിട്ടുള്ളവള്. എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? നീ ഈ കുടുംബത്തിലെ ഒരു ഭാഗമാ. അതുകൊണ്ടാ ഞാൻ എന്റെ സ്വന്തം വീടായിട്ട് കരുതി ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നപ്പോ തന്നെ എന്നെ എന്റെ കൊച്ചിനെ കുറിച്ച് കുറ്റം പറയുമല്ലേ. അത് മാത്രമല്ല, ഈ വസു ചേച്ചിയുടെ മോനുണ്ടല്ലോ. ഉണ്ണി എന്റെ മകനാണ് ദമയന്തി. പ്രായത്തിൽ ഒരു പക്ഷെ അവൻ കൊച്ചുകുട്ടിയായിരിക്കാം, പക്ഷെ അവൻ നല്ല മെച്ചോർഡാണ്. അതിനുവേണ്ടി അവനേക്കാൾ വയസ്സിന് മൂത്ത ആളോട് വഴക്കൂടാൻ പാടില്ലല്ലോ. അവനേതോ കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ. നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയല്ലാതെ എങ്ങനെ അവനെ തല്ലും? ഇവളെന്തിനാ ആ പ്രേതത്തെ അവളുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു കാരണമില്ലാതെ ഉണ്ണി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിയില്ല കാർത്തിക. അവൻ ആദ്യം മര്യാദയ്ക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കേൾക്കാതിരുന്നപ്പോ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. വളരെ നന്നായിട്ടുണ്ട് ഏട്ടാ. ഉണ്ണി അഭിചേട്ടന്റെ മോനാണോ അതോ നിങ്ങളുടെ മോനാണോ? ആർക്കോ ജനിച്ച കൊച്ചിനെ ഈ വീട്ടിന്റെ അവകാശിയായിട്ട് വാഴിച്ചു വച്ചിരിക്കുവല്ലേ.